ഹായ്, ഇന്ന് നമ്മൾ കുഞ്ഞാവേണ്ട ഒരു സ്ഥലം വരെ പോയതാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് വഴിയെ പറയാം. അതിനു മുമ്പ് രാവിലെ എണീറ്റ് കുറച്ച് കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിയ കാഴ്ചകൾ കാണാം കേട്ടോ. അച്ഛൻ ദേ കുഞ്ഞാവയെ നടക്കാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ പ്ലാവും തൈകൾക്ക് ചെറിയൊരു വളർച്ച കുറവ്. ഈ കുറ്റികൾക്കൊക്കെ നല്ല ബലം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ പറിച്ചെടുത്തു. ഇനി വളമിടണം. അതിനു മുമ്പ് നമ്മുടെ അപ്പുസാറിന്റെ കാലിലെ മുറിവിൽ കുറച്ച് മരുന്നടിക്കാനുണ്ട് കേട്ടോ. നല്ല വേദനയുണ്ട് പാവത്തിൽ. ഈ കൂട് കൊണ്ട് നമുക്ക് വേറൊരു ആവശ്യമുണ്ട് കേട്ടോ, പറയാം. ഇത് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ. വെച്ചിട്ടിപ്പോൾ 6 മാസം ആവുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ കുഴിയെടുത്ത് ചാണകപ്പൊടി വിതറി മണ്ണെല്ലാം ഇളക്കി നന്നായി നനച്ചു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ലേശം പച്ചയില, ലേശം കരിയില, എന്നിട്ട് വീണ്ടും നന്നായി നനച്ചു കൊടുത്തു. ഇനിയാണ് അടുത്ത പണി. നമ്മുടെ പ്രാവ് 2 മുട്ടയിട്ടുണ്ട് കേട്ടോ. അടയിരിക്കാൻ വേണ്ടി അതിനെ സെപ്പറേറ്റ് കൂട്ടിലേക്ക് മാറ്റണം. ഇതാണ് മുട്ടയിട്ട കക്ഷി. നേരത്തെ കഴുകി വെച്ച കൂട്ടിൽ പൂച്ച ഹുക്കിട്ട് വലിക്കാതിരിക്കാൻ വലിയൊരു കല്ലും കയറ്റി വെച്ച് പ്രാവിനെ അതിനുള്ളിലാക്കി. ഇനി കാത്തിരുന്ന് കാണാം. ഏതായാലും ബാക്കിയെല്ലാ ചെടികൾക്കും ഇറിഗേഷൻ നടത്തി അവിടെ വന്ന അണ്ണാർക്കണ്ണനെയൊക്കെ ഉണ്ണിക്ക് കാണിച്ചു കൊടുത്ത് ഒരു ചെറുപഴം കഴിച്ച് കുളിയും കഴിഞ്ഞ് ചായയും കുടിച്ച് ഞങ്ങൾ ഒരിടം വരെ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ അംഗനവാടി. കൂട്ടുകാരികളും കളിപ്പാട്ടമൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ ആള് ഫ്ലാറ്റ്. ഇപ്പോഴത്തെ അംഗനവാടിയൊക്കെ കൊള്ളാം. വീണ്ടും കുട്ടിക്കാലത്ത് എത്താൻ തോന്നും. ഞങ്ങൾ വന്നത് കുഞ്ഞാവയ്ക്കുള്ള അമൃതം പൊടി വാങ്ങാനാണ് കേട്ടോ. ഇത് കണ്ട് പൂരാഘോഷം എന്നൊക്കെ തെറ്റി വായിച്ച എന്നെ മടലിനടിക്കണം. നാട്ടിലെ പൂരം എടുത്തുകൊണ്ടാവാം. ഉണ്ണിക്ക് തിരിച്ചു പോരണമെന്നൊന്നുമില്ല കേട്ടോ. ആള് അവരോടൊപ്പം സെറ്റായി. വേറൊരു കാര്യം പറയാൻ വിട്ടു. ജിമ്മിൽ പോകുന്നവർക്ക് പ്രോട്ടീൻ പൗഡറിന് പകരം ഈ അമൃതം പൊടി കഴിച്ചാലും മതി കേട്ടോ. ബെസ്റ്റാണ്. അപ്പോൾ ശരി, ബായ്.